നമ്മളെ വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇതൊരു ആലയാണ് തോന്നുന്നു. സബരീശ്വർ നടക്കണ കേസല്ല. പിന്നെ മാത്രല്ല എല്ലാവർക്കും പുതിയൊരുപടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്നലെ നമ്മൾ വിട്ട് പോയതിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കാൻ വേണ്ടിയിട്ട് സോപ്പ് അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ തോർത്തുമുണ്ട് ഒക്കെ വണ്ടിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി നേരത്തെ വന്നിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റാണ്. ഇനി ഇവിടെ നല്ലൊരു ചായ ഉണ്ട്, അതൊന്ന് ചായ കുടിക്കാം. പിന്നെ തമിഴ്നാടല്ലേ, ഇവിടെ കോലിട്ടിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളുടെ ഡോർമെട്രി കേട്ടോ. ഇത് ഇവിടെ തന്നെയാണ്, പക്ഷെ എൻ്റെ കുറച്ച് അപ്പുറത്താണ്. ഞാൻ ഫൗണ്ടേഷനകത്തേക്ക് അല്ലെങ്കിൽ യോഗ സെൻറ്ററിലേക്ക് അങ്ങോട്ട് കയറുന്നില്ല. വേറെ ഒന്നുമല്ല, നമുക്കിവിടെ ഈ കുരങ്ങൻ്റെ ശല്യം, ഇതൊക്കെ കുരങ്ങന്മാരാണ്. അപ്പോൾ ഈ കുരങ്ങൻ്റെ ശല്യം നന്നായിട്ടുണ്ട്. അതൊരു സീനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നിർത്തി പോകുക, നമുക്ക് റോട്ടിൽ നിർത്താനേ പറ്റുമോ, പിന്നെ ഓല പാർക്കിങ് കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നില്ല. ഒരു ചെറിയൊരു പെട്ടിക്കടയാണെങ്കിൽ പോലും കോലം വിടും അവർ ഡെയിലി. ചാണകമാണ് കേട്ടോ, അത് ചാണകം വെച്ച് ഉള്ള സെറ്റാക്കിയ ഒരു സ്ഥലമാണ്. ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ്സൊക്കെ നിർത്തലുണ്ടാവും. അതിലൊക്കെ ആനുണ്ട് കേട്ടോ ഡെയിലി. ചായ അടിപൊളി, നൈസാണ്. ഇതിൻ്റെ ചുറ്റും മലനിരകൾ തന്നെ കേട്ടോ. നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അതിലൊക്കെ വില്ലേജുകളുണ്ട്, ആ സൈഡിലേക്ക് അങ്ങോട്ടൊക്കെ വില്ലേജുകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, അടിപൊളി ഒരു ഏരിയയാണ്. പക്ഷേ എങ്കിൽ ഞാൻ ഈ ഏരിയ വിട്ടാണ്. ഞാൻ സേലം, നമുക്ക് സേലം പക്കം പോയേക്കാം. കോയമ്പത്തൂർ മാർക്കറ്റിൽ വെറുതെ കയറണ്ടല്ലോ. നോട്ടെ, ആലോചിക്കാണ്ട് ഇനി തിങ്ക് ചെയ്യണ്ടേ. ഞാൻ എന്നും രാത്രി തിങ്ക് ചെയ്യും. ഇന്നലെ തിങ്കാൻ പറ്റിയിട്ടില്ല, ഇന്നലെ വേഗം കിടന്നുറങ്ങിയിരിക്കും. അതെന്താ വെച്ചാൽ ഞാൻ ഇന്നലെ 11 മണിയായി എഡിറ്റിങ് കഴിഞ്ഞപ്പോഴേക്ക്. അതാണ് സംഭവിച്ചത്. ഇതിൽ ഈ റോട്ടിൽ കൂടെ ഒക്കെ ആന ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്തല്ലേ, ഞാൻ ഇതിനേക്കാൾ നേരത്തെ പോകണമെങ്കിൽ, പക്ഷെ വൈകി എണീക്കാൻ കഴിയണ്ടേ, നേരം വൈകി കിടന്നുകൊണ്ട്. മുഖം പത്ത പിന്നെ എത്തവും പിടിക്കലയ உடம்பு வேகுதடி பக்கத்தில் நீ இருந்தா என் வயசு നോക്കിതടി കണ്ണിരണ്ട് മൂടി. അപ്പോൾ അങ്ങനെ ചെറിയ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഞാൻ പോകാനുള്ള പരിപാടിയാണ്. വണ്ടിയിൽ കയറി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. നമുക്കിവിടെ ഒരു എന്താ പറയുക, ഒരു വില്ലേജ് ഉണ്ട് ഇവിടെ തൊട്ടടുത്ത്, മുളങ്കാട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചായ കുടിക്കുന്ന ഏട്ടൻ്റെ വില്ലേജാണ്. ചായ കുടിച്ചില്ല. അപ്പോൾ സ്ഥലമൊന്നുമില്ല അവർക്ക്. ഒരു ഫോറസ്റ്റിൻ്റെ വക്കിലായിട്ട് ഒരു പുറമ്പോക്ക് സ്ഥലത്ത് നിൽക്കുകയാണ്. ഇന്നലത്തെ പോലെ ആകാവോ, സ്റ്റാർട്ടാവില്ലോ. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുവാണ്. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 7:45 എനിക്ക് ഒരുപാട് നേരത്തെ ഞാൻ എണീറ്റെങ്കിൽ കുളി കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വൈകിയതാണ്. നമ്മൾ ഇന്നലെ വന്നത്, അതായത് ഈശ്വരൻ്റെ അവിടെ പാർക്കിംഗ് കിട്ടില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, അത് അവിടെ ആയിരുന്നു. അതിലെ വന്നത് ഇവിടെ ഉണ്ടോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോകുന്നത് ഇതില് നമ്മളെ ഒരു വില്ലേജ് ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ തന്നെ ഇഷ ഫൗണ്ടേഷന്റെ എന്തോ ഒരു ആശ്രമം എന്തോ ഉണ്ട് ഇതിന്റെ ഈ റോഡിന്റെ അറ്റത്ത്. അപ്പൊ അവിടെയൊക്കെ എന്താ പറയാ, ഫുഡ് ഉണ്ട് എന്നൊക്കെയാണ് ഏട്ടൻ പറഞ്ഞു. 9 മണിക്കാ തുടങ്ങും, 9:45 ഒറ്റയാണെങ്കിൽ ഫുഡ് അടിച്ചിട്ട് പോവാം അല്ലേ. രാവിലത്തെ ഇതാണ്ടോ ഫുള്ളായിട്ട് പുളിമരമാണ് ഈ സൈഡ് കാണുന്നത്. ഫുള്ളായിട്ട് ഈ സൈഡ് കാണുന്നത് ഫോറസ്റ്റ് ആണ്. അവിടെ കിടങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ആനകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കിടങ്ങുണ്ടല്ലോ, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ ആളുകളൊക്കെ അതിനുള്ളിൽ നടക്കുന്നുണ്ട്. ഓരോരുത്തര് ബ്രഷ് ചെയ്യുന്നത് ഒക്കെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരുണ്ട്. ഇവിടെ വെച്ച് അവസാനിക്കാം. അയ്യെങ്ക ആശ്രമൊക്കെ സ്ട്രൈറ്റാ? அப்படியா? ഫോറസ്റ്റ് ഏത്? ഫോറസ്റ്റ് ഏതാ? അതോ ഫോറസ്റ്റാ? அப்படியா? இன்னும் வேலை இல்லை இன்னைக்கு? அப்படியா? என்ன வேலை? இஷாக்கா? இங்க எல்லாரும் இஷால வேலை பாக்குற. எத்தனை வீடு இருக்குங்க? 300 வீடுக்கு மேல இருக்கு.
ரோடு எல்லாம் இருக்கே உங்களுக்கு ரோடு நல்லா இருக்கே சூப்பர் நேரையா போறது உன் பேரு சபரீஸ்வர் 6வது படிக்கிற நல்லா படிக்கணும் சரி അപ്പൊ ഞാന് വെറുതെ വില്ലേജ് കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഈ രാവിലെ ആയതുകൊണ്ട് നമുക്ക് വില്ലേജിലെ എല്ലാവിധ കാഴ്ചകളും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല രാവിലെ അല്ലേ ഇതിലെങ്ങനെയൊക്കെയാണ് പോകാൻ വേണ്ടി പറഞ്ഞത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പോയി നോക്കാം എന്റെ പ്രധാന ലക്ഷ്യം വില്ലേജാണ് വില്ലേജിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള കാഴ്ച ഉണ്ടോ എന്നുള്ളതാണ് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശോകമാണ് ഇതെന്താ ഒരു കോട്ട ഇതിൽ അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് ഓ നല്ലൊരു മുട്ടൻ കാളയാണുള്ളത് ഇനി ഈ റോട്ടിനാണ് പോകേണ്ടത് അല്ലേ മൈ ഗോഡ് എന്നോട് പറഞ്ഞാർന്നു അതായത് റോഡ് കുറച്ച് മോശമാണ് അവിടെ വില്ലേജിന്റെ അവിടെ റോഡ് അവസാനിക്കുവാണെന്നൊക്കെ പിന്നെ അങ്ങോട്ട് റോഡ് വരും വലിയൊരു മെച്ചല്ല എന്നൊക്കെ ഉള്ളത് എന്തായാലും നമുക്ക് ആശ്രമത്തിനൊത്തിരി പോയി നോക്കാം എന്നിട്ട് അവിടെ തിരിച്ചു പോരാം ചായ കുടിക്കാതെ നേരെ ആവശ്യമില്ല ഇതൊക്കെ പുളിമരമാണ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോ ഫോറസ്റ്റിനകത്തൊക്കെ അകത്താണ് കേട്ടോ ഫോറസ്റ്റിനകത്താണ് എന്താ പറയാ വല്ലാത്ത കാര്യം വൈബാണ് അറ്റത്ത് കാണുന്ന അതാണ് ആശ്രമം ഇവർക്കൊക്കെ എങ്ങനെ ഈ ഫോറസ്റ്റിലെ ആശ്രമം അതാണ് ഞാൻ മനസ്സിലാവാത്തത് ഏതായാലും കുഴപ്പമില്ല നമ്മള് ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് ഇങ്ങോട്ട് പോരാന്ന് ഇങ്ങോട്ട് നല്ല പുളിമരങ്ങൾ എന്താ ഇതാണ് ആശ്രമം മക്കളെ ഇവിടെയാണ് അന്നദാനം ഉള്ളത് പക്ഷെ ഇത് അന്നദാനത്തിന്റെ സമയമായിട്ടില്ല കുരങ്ങന്മാരുണ്ടെങ്കിൽ ഞാനില്ല വെറും കുരങ്ങന്മാർ 4 ഭാഗം കുരങ്ങന്മാർ പോകുമ്പോളെ ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് അലോഡ് ഇല്ല നമുക്ക് കയറേണ്ടത് ഇതിനകത്തേക്കാണ് ഇതിനകത്തേക്കൊന്ന് കയറണമെങ്കിൽ നമ്മളെ വണ്ടി നമ്മളൊന്നും ഈ പറഞ്ഞത് പോലെ ഓ ബോക്കളൊക്കെടാ എത്ര ബോക്കള അതിമനോഹരമായ കാഴ്ച കേട്ടോ ഞാൻ അവിടെ വില്ലേജിലേക്ക് ഒന്ന് കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് വരാം നമ്മൾക്കിപ്പോ എന്താപ്പോ കോട്ടം വില്ലേജിലല്ലേ അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലേക്കാരം ഇന്നലെ ഞാൻ അവിടെ നിർത്താൻ പഠിച്ചതാണ് ഇന്ന് നിർത്തേണ്ടി വരികയാണെങ്കിൽ എന്ന് നിർത്താം നമ്മളിവിടെ വരെ വന്നിട്ട് വെറുതെ ഞാൻ അവിടെ കയറാതെ പോകണ്ടല്ലോ ഇപ്പൊ അടുത്തൊരു വരവാക്കി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്നുള്ളത് അറിയില്ലല്ലോ നമ്മളൊക്കെ മനുഷ്യരല്ലേ അത്ര വലിയ സംഭവം എന്നല്ലെങ്കിലും നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു പോവാം അത്രേ ഉള്ളൂ നമ്മളെ വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇതൊരു ആലയാണ് തോന്നുന്നു 2 പൈക്കളൊക്കെ അതിന് കൊണ്ടുപോകുന്നുണ്ട് ദേഹത്തിനോട് ചോദിച്ചിട്ടാണ് ഞാൻ അവിടെ നിർത്തിയത് ഒരു കൂറ്റൻ ടവറൊക്കെ ഉണ്ട് കേട്ടോ റേഞ്ചൊക്കെ പക്ക 5G അപ്പോൾ ഇതാണ് നമ്മളാ പറഞ്ഞ വില്ലേജ് ഈ ഒരു വില്ലേജിലാണ് വണ്ടി നിർത്താൻ വേണ്ടി അവർ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് ഇനി ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററിനടുത്തേക്ക് പോയി നോക്കട്ടെ ഇവിടെ വില്ലേജുകളിലൊന്നും പ്രത്യേകിച്ച് ഒരു എന്താ പറയുക അവരുടെ ഒരു വ്യവസായമോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ ജോലിയോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റണില്ല സാധാ പോലെ നമ്മളുടെയൊക്കെ ഒരു നാട്ടിൻപുറത്തുള്ള പോലെയൊക്കെ തന്നെ പക്ഷെ എന്നാലും നമ്മളാ കാണുന്ന പോലുള്ള വീടുകളൊന്നുമല്ല എല്ലാ വീടുകളുടെയും നടുക്ക് നല്ല ചാണകമൊക്കെ മെഴുകി പോലൊക്കെ ഇട്ടിട്ടുണ്ട് പോണ് പണിക്കാരാണ് എൻ്റെ അമ്മയാണ് വലിയ ട്രക്കിലുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ എന്താ ചെറിയൊരു ചെക്ക് ഡാമോ എന്തോന്നുണ്ട് കേട്ടോ അവിടെ ചെറിയൊരു തോട് ഇതുവഴി പോകുന്നുണ്ട് അതിലാക്കണം ഒരാൾ കുളിക്കണം നമ്മുടെ കുളി കഴിഞ്ഞുകൊണ്ട് തിരക്കടില്ല നമുക്ക് പക്ഷെ എന്നാലും ഇന്നത്തെ ദിവസം പോട്ടെ ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് 2 ദിവസം ഇടാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അലക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടണം നല്ല സ്ഥലം കേട്ടോ ഞാൻ പേഴ്സൊന്നും എടുത്തിട്ടില്ല പേഴ്സ് പിന്നെ വണ്ടിയിൽ നിന്ന് ആർക്കും ഒറ്റയടിക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ പൈസേൻ്റെ ആവശ്യം വരില്ല എന്നാണ് പറഞ്ഞത് ഇവിടേക്ക് ഫ്രീ എൻട്രി ആണെന്നുള്ളതാണ് മെയിനായിട്ട് ഇവിടെ നമുക്ക് ആദിയോഗി സ്റ്റാച്യുവിൻ്റെ ബാക്ക് ഭാഗം കാണാം കേട്ടോ
ഇവിടുത്തെ മതിൽക്കെട്ട് കണ്ടങ്ങൾ വലിയ വലിയ കല്ലുകൾ കൊണ്ടുവന്ന് അടുക്കി വെച്ചേക്കാണ്. ഇത്ര ടൈറ്റാണ് പരിപാടി. ഇത് ന്യൂ ജനറേഷൻ കാളവണ്ടിയാണോ? കൊള്ളാട്ടോ. ഇത്ര കാളക്കുട്ടന്മാരെ ടൈറ്റാണ്. മക്കളെ ഗോമൂത്രമൊക്കെ ശേഖരിക്കണ്ട അവർ. ഗോമൂത്രമൊക്കെ അവർ ശേഖരിക്കുന്നുണ്ട് കേട്ടോ. സാധനങ്ങളാണ്ടോ ഇവരിത് വലിച്ചുകൊണ്ട് പോയി. ഇത് കാളവണ്ടിയാണ്. ഇതിൽ ആളുകളെ, അതായത് ഇത് യാത്രക്കാർക്കുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ സഞ്ചരിക്കുന്നവർക്ക്. ഇവിടെ അതൊക്കെ ആളുകൾക്ക് അലങ്കാരം ചെയ്ത് കൊടുക്കണം. ചന്ദനക്കുരയൊക്കെ ഇട്ട് ഇവരെ ഗ്ലാമറാക്കാനുള്ള പരിപാടിയാണ് അല്ലേ. എല്ലാവരും അടങ്ങി നിൽക്കണോക്കി. ഒരു പ്രശ്നമില്ലല്ലോ അവർക്ക്. വളരെ നിശബ്ദമായിട്ട് നിൽക്കാണല്ലോ. ചൊറുക്കായി സിന്ദൂരം തൊടുന്നുണ്ട്. നല്ല ഫ്ലെയിം. ക്യാമറ അലോഡല്ലല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് വന്നു. ഇനി ഞാൻ വണ്ടിയിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ ഒന്നും തിരിയുന്നില്ല. നമുക്കൊരു ഭക്ഷണത്തിൻ്റെ സമയം കഴിക്കണം. ഇവിടുത്തെ ഒന്ന് പോയി നോക്കണം. അന്നദാനം നോക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഒന്നൊരു ഫോട്ടോ എടുക്കാമല്ലോ. സദ്ഗുരു ജഗദീഷ് വാസുദേവ് 1992 ഇഷ സ്ഥാപിക്കുന്നത് കേട്ടോ. അതായത് ഇതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അതായത് ഇതിന് ചുറ്റും മലനിരകളാണ്. ആ മലനിരകളെ പറയുന്നത് പേരെന്ന് പറയുന്നത് വെള്ളിയങ്കിരി മല എന്നാണ്. വെള്ളിയങ്കിരി പർവ്വതങ്ങളാണ്. അപ്പോൾ ഈ വെള്ളിയങ്കിരി പർവ്വതങ്ങളുടെ ഒരു 7 മലയ്ക്കപ്പുറത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. പക്ഷേങ്കിൽ എത്ര ഒരു സീസൺ ഉണ്ട് അതിന്. ഫെബ്രുവരിയിൽ എങ്ങാണ്ട് വേണം അവിടേക്ക് പ്രവേശനമുള്ളൂ. ആ ടൈമിൽ മാത്രം ഫോറസ്റ്റിനകത്താണ് 7 മല എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര സംഭവമാണ്. അപ്പോൾ അത് കയറിയിട്ട് വേണം പോവുക. അപ്പോൾ അവിടേക്ക് നമ്മളിപ്പോൾ കിടക്കില്ല. 2016 ഒരു ദമ്പതികൾ അവരുടെ 2 മുതിർന്ന പെൺകുട്ടികളെ ഇവിടെ ബന്ദികളാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ കോടതി തള്ളുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു കേസും കൂടിയുണ്ട്. ഒരു പയ്യനെ ബന്ദിയാക്കി എന്നുള്ളത്. ഇത് ബന്ദിയാക്കുന്നതാവില്ല. അതായത് അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ക്യാമറ അലൗഡില്ല, മൊബൈൽ അലൗഡില്ല. അലൗഡ് ഉണ്ട്, പക്ഷേങ്കിൽ അത് എന്തോ അവിടെ ഒരു പ്രോഗ്രാം എന്തെങ്കിലും ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ കോട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അതാണ്. അല്ലാതെ നമുക്ക് ജസ്റ്റ് വിസിറ്റേഴ്സിനൊന്നും ഇതൊന്നും അലൗഡില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മളുടെ മൊബൈലും ക്യാമറ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മളതിനകത്തേക്ക് കയറി നമ്മളൊന്ന് ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് നമ്മളതിനകത്ത് പോയി നമ്മുടെ ചെരുപ്പ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളതിനകത്തേക്ക് കയറി ഈ ചെരുപ്പ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന നേരത്തൊക്കെ ഒരുപാട് പേര് കൈ ഇങ്ങനെ കൂപ്പി എന്താ പറയുക, അവർ വളരെ ഭക്തി വിനയത്തോടു കൂടിയിട്ട് അവർ അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കണ്ടാവും. നമ്മളുടെ ചുറ്റും അവരെ മൊത്തത്തിൽ ഈ ഒരു ഏരിയ, അതായത് ഈ യോഗ സെൻറ്ററും അതുപോലെ തന്നെ ആദിയോഗി സ്റ്റാച്ചു, അത്രയും ഏരിയകൾ അവർ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുവാണ്. അതായത് അവർ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, അവർ ആ ഒരു ഭക്തിയിൽ മുഴുകി നടക്കുവാണ് പലരും. അതാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്ന കാഴ്ച അതിനകത്തേക്ക് കയറുമ്പോൾ. പിന്നെ നമ്മൾ ഈ ചെരുപ്പൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ കാണുന്ന കാഴ്ച ഇത് തന്നെയാണ് പ്രധാനമായിട്ടും. ഒരുപാട് ആളുകളുണ്ട് അതിൽ. യുവാക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്. യുവതികളാണെന്നും പറയാം. ഏറ്റവും കൂടുതൽ ഉള്ളത് യുവാക്കളാണ്, യങ്സ്റ്റേഴ്സാണ് മെയിനായിട്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ കയറി ചെരുപ്പ് കൊടുത്തിട്ട് നമ്മൾ കയറി ചെല്ലുന്നിടത്ത് അതായത് ഒരു എന്താ പറയുക, സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ ഒരു വലിയൊരു ഹാള് പോലെ ഉള്ളൊരു ഏരിയയാണ്. ആ ഒരു ഏരിയയിൽ ഒരുപാട് പേര് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. പക്ഷേ ഞാൻ അവിടെ നിൽക്കാതെ ഞാൻ അവിടെ നിന്ന് തന്നെ താഴത്തു കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടേക്ക് ഒന്ന് പോയി തൊഴുത് പിന്നെ അതിനകത്തു കൂടെ അങ്ങനെ നടക്കാം. ഈ നടക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ അടുത്തു കൂടെ ഒക്കെ ഇവർ ഇങ്ങനെ എന്താ പറയുക, വളരെ ഭക്തിയോട് കൂടിയിട്ട് അങ്ങനെ വലം വെക്കുന്നുണ്ടാവാം. അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഞാൻ അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്, അവിടെ ഞാൻ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയിട്ട് ഒന്ന് തൊഴുത് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ പോകുന്നത് മെഡിറ്റേഷൻ ഹാളുണ്ട്. അവിടെ മെഡിറ്റേഷൻ ഹാൾ എന്ന് പറയുമ്പോൾ അവിടേക്ക് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെ നമ്മൾ സൈലൻ്റ് ആയിരിക്കണം. വളരെ നിശബ്ദതയാണ് ആ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് നമ്മൾ ആ നിശബ്ദത പാലിച്ച് അങ്ങനെ പോയി
അവിടുന്ന് ഈ മെഡിറ്റേഷൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അതൊരു ഒരു വൃത്താകൃതിയിലുള്ളൊരു ഹോളാണ്. ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനകത്ത് സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് തേക്കുക അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഇഷ്ടിക നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നടുക്ക് വലിയൊരു ശിവലിംഗമുണ്ട്. അതിന് അതായത് വൃത്താകൃതിയാണല്ലോ, ശിവലിംഗം നടുക്കാണ്. നമ്മൾ കയറി ചെല്ലുന്നു, വൃത്താകൃതിയാണ്. അവിടെ ഒരുപാട് പേര് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും. ഏതാണ്ട് 10 to 15 മിനിറ്റ് വരെയാണ് ഈ ഒരു മെഡിറ്റേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ ബാച്ചായിട്ട് കയറാം. അപ്പോൾ ഞാനൊരു ബാച്ചിൽ കയറുന്ന സമയത്ത് ഒരു ബാച്ച് ഇറങ്ങുന്നുണ്ട്. അവിടെ കയറുന്നു, നേരെ ചെല്ലുന്നു, നമ്മളവിടെ ഇരുന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു മെഡിറ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് പ്രത്യേകിച്ച് ക്ലാസ്സോ അല്ലെങ്കിൽ ആരും നമുക്കൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല. നമുക്കവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ അനൗൺസ്മെൻ്റ് ഉണ്ട്. ഈ അനൗൺസ്മെൻറ്റിലാണ് അവർ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നത്. ഒന്നുമില്ല, നമ്മൾ കണ്ണടച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് മെഡിറ്റേഷൻ ചെയ്ത് ഇറങ്ങി ചെല്ലുമ്പോഴും ഒരു ബാക്ക് സൈഡിലുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴും അവരാരും പോരുന്നില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം, അത് കഴിയുന്നത് വരെ മെഡിറ്റേഷൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മെഡിറ്റേഷൻ്റെ പവർ എനിക്ക് മനസ്സിലായിട്ടോ. നമ്മളൊന്നും ഇങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ. ഒരു 10-15 മിനിറ്റ് പോയത് അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എത്രയോ പെട്ടെന്ന്, വളരെ പെട്ടെന്നാണ് ഈ ഒരു ടൈം പോയത്. ഒരു എത്ര മിനിറ്റ് സംഭവിച്ചാറില്ല. എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല, നോക്കിയില്ലല്ലോ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വല്ലാത്തൊരു എനർജി, ഒരു പോസിറ്റീവ് ഫീലൊക്കെയാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരു പില്ലറുണ്ട്. ആ ഒരു പില്ലറിൽ എല്ലാ മതസ്ഥരുടെയും ചിഹ്നങ്ങൾ ആലിംഗനം ചെയ്തിട്ടുണ്ട്. എല്ലാ മതസ്ഥരും വെൽക്കം ചെയ്യുന്നത് പോലെയാണ് ആ ഒരു എന്താ പറയുക, ആ പില്ലർ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സ്റ്റൂഡൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായാലും അതാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം. മെഡിറ്റേഷനാണ് മെയിനായിട്ട്, യോഗ. ഞാനായിട്ട് ആ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഓഡിറ്റോറിയത്തിനോട് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോവാം. സ്റ്റെപ്പൊക്കെ കയറിപ്പോൾ അവിടെ ഫുള്ള് യോഗ, മെഡിറ്റേഷൻ, എന്താ പറയുക, എല്ലാവരും ആ ഒരു നമ്മളതായിട്ട് മാറുവാണ്. നമ്മളതുമായിട്ടായിട്ട് കലങ്ങുവാണ് അവിടെ. എന്തായാലും ഞാൻ ഒരുപാട് കലങ്ങാൻ വേണ്ടി നിൽക്കണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കേസൊക്കെ, അതായത് കുട്ടികൾ വരുന്നില്ല, അതായത് അവരവിടെ പിടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിടിച്ചു വെക്കലല്ലത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും. ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെയും വരും, അല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. ഞാൻ ചായ ഒന്നും കുടിച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളുടെ കട്ടൻ ചായ, ഒരു ഗ്ലാസ് ചായ കുടിച്ചെങ്കിലും നമ്മളുടെ ചായയും അതിൽ കടിയൊന്നും ഇല്ലാതെയല്ല നമ്മൾ കുടിച്ചത്. നമ്മളുടെ കട്ടനും പിന്നെ ഈ പഴം കേട് വരുന്നുണ്ട്. അപ്പോൾ ഈ പഴം കൂട്ടിയിട്ട് കഴിച്ചിട്ട് പോവാം. ഓക്കെ, കഴിക്കട്ടെ കേട്ടോ. ചെങ്ങന്മാരെ, ഞാൻ പോവുമായിരുന്നല്ലോ. അപ്പോൾ കോയമ്പത്തൂർക്കാണ് നമ്മൾ പോണേ. ഇവിടുന്ന് കോവൈ വാട്ടർഫാൾസ്, കുട്രാളം വാട്ടർഫാൾസ്, കുട്രാളം വാട്ടർഫാൾസ്. കോവൈ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിന് കോവൈ എന്ന് പറയട്ടെ, 2 പേരുണ്ട് കോയമ്പത്തൂർ. കുട്രാളം വാട്ടർഫാൾസ് ഇവിടുന്ന് ഏതാണ്ട് ഒരു 9.5 കിലോമീറ്റർ ഉള്ളത്. അപ്പോൾ വെള്ളം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഓട്ടോക്കാരെ നമ്മുടെ വണ്ടി കണ്ടപ്പോൾ നിർത്തിച്ചതാണ്. അപ്പോൾ ഓര് പറഞ്ഞു തന്നതാണ്. വണ്ടി കാണാൻ പറഞ്ഞാൽ കേരള കണ്ടപ്പോഴേ. ഇപ്പോൾ എന്നോട് സംസാരിച്ച ഏട്ടന് നമ്മുടെ വണ്ടൂർ അറിയാം, നിലമ്പൂർ അറിയാം, വളാഞ്ചേരി അറിയാം, കണ്ണൂർ, കോഴിക്കോട്, കേരളം ഒട്ടുമിക്ക സ്ഥലം അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹം ലോറി ഡ്രൈവറായി. അതാണ് പറഞ്ഞത്, ഞാനൊക്കെ ലോറി ഡ്രൈവർ ആകാൻ ആഗ്രഹിച്ചതിന്റെ കാരണം അതാണ്. നമ്മൾ അങ്ങനെ സുത്തി പാക്കണം. ഫ്രീ ആണ്, വേലതാണ്. നമുക്ക് കാശും കിടക്കും, ஊரும் சுத்தி பார்க்கலாம். அதான் நம்ம ஆசையா இருக்கு. ஆனா அது நடக்கல. அதனாலதான் இங்க எந்த மாதிரி ஒரு ஆட்டோ எடுத்து நான் சுத்திக்கிட்டு இருக்கோம். അതായത് എന്റെ ആഗ്രഹമായിരുന്നു ലോറി ഡ്രൈവർ ആവണം എന്നുള്ളത്. അത് തന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കറങ്ങാലോ, നമുക്കൊരു പണി ആയും ചെയ്തു, വരുമാനമുണ്ട്. അത് നടന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഓട്ടോറിക്ഷ എടുത്തത്, അതിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് വരുമാനം ആവുമല്ലോ, ഒരു വരുമാനം ഉണ്ടാവണം, നമ്മുടെ യാത്ര നടക്കണം. ഏതായാലും ഇവിടുന്ന് ഞാൻ കുട്രാളം വാട്ടർഫാൾസിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇനി 9 കിലോമീറ്റർ ആണുള്ളത്. അവിടെ നിന്ന് പോയിട്ട് വാട്ടർഫാൾ ഒന്ന് കാണാം. ഏതായാലും ഇന്നിപ്പോ ഇവിടൊക്കെ എവിടെയൊക്കെ തിരികെ തന്നെ വേണ്ടി വരും. ഇപ്പൊ നമുക്കതിന് അർജന്റ് ഇല്ലല്ലോ, നമ്മളെ വിളിക്ക. നമുക്ക് ചെന്നൈയിലേക്കാണ് എത്തേണ്ടത്. ചെന്നൈ നമുക്കൊരു എന്താ പറയാ, 1 സൈഡ് എൻഡാണ്, അല്ലാതെ അത് ട്രിപ്പ് എൻഡ് അല്ല, 1 സൈഡ് എൻഡാണ്. 1 സൈഡ് നിർത്തി പോകുന്ന തിരിച്ചു പോരുന്ന ഒരു സ്ഥലം. തിരിച്ചു പോരുമ്പോ വന്ന വഴി അല്ലതാണ്, പിന്നെ അത്ര അതിനേക്കാൾ ദിവസം വീണ്ടും എടുക്കും. ഏതായാലും കൊള്ളാം അല്ലേ.
അല്ലയ്യ അതിലൊക്കെ ഫുള്ള് പുളിമരം തന്നെ കേട്ടാ. കുറച്ച് ഡീസൽ അടിക്കാം. ഡീസൽ ഞാൻ ക്യാനിലേക്ക് എടുക്കല്. ഡീസൽ തുടങ്ങിയേക്ക. അതിലൊരു അര ഉണ്ട് കേട്ടോ, ഒരു അരയും കൂടി അടിച്ചു വെച്ചാൽ മതി. ഇവിടെ ഡീസലിന് 93 രൂപയും 10 പൈസയും. അതായത് അതിൽ പകുതി എണ്ണ ഉണ്ടല്ലോ, പകുതി എണ്ണ ഉണ്ട് വണ്ടിയിലല്ല, ആ ക്യാനില്. വണ്ടിയിലും തന്നെ പകുതി ഉള്ളൂ, വണ്ടിക്ക് അടിച്ചിട്ടില്ല, ഞാൻ നേരെ ക്യാനിക്കാണ് അടിച്ചത്. അപ്പോ 310 ഉണ്ട്, 310 റുപ്യന്റെ എണ്ണയാണ് നമ്മൾ അടിച്ചത് ഇപ്പൊ ആ ക്യാന്. ഇതിപ്പോ ഞാൻ അവർക്ക് ആ വഴിക്കാൻ വിട്ടു നോക്കട്ടെ, വാട്ടർഫോളൊക്കെ എന്താ അവസ്ഥ, വെള്ളം ഉണ്ടാവും, വെള്ളം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ആ പോണ മേട നോക്കണേ, ഒരു ട്രിപ്പാണ് പോണേ. ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോ കോയമ്പത്തൂർ ഏതോ ഷോപ്പിംഗ് മാളിലേക്കാണ് പോകേണ്ടത്. 28 കിലോമീറ്റർ ഉണ്ട്. ഓരോന്ന് കൊണ്ടുകൂടോന്ന് വെച്ച് ഞാൻ പറഞ്ഞു, ഞാൻ കുട്ടനാടൻ വാട്ടർഫാൾസിക്കാണ്, വാട്ടർഫാൾസ് കാണണമെങ്കിൽ പോരിക, വേണ്ട നടന്നു പോകണം. അവൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ വാട്ടർഫാൾസിക്കാണ്, ഞാൻ അങ്ങോട്ടല്ല, ടൂറിസ്റ്റ് ആണ്. ഇതൊക്കെ ഇതൊക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോ ഇവിടെ ഉള്ള ആളൊന്നല്ല, വേറെ എവിടെ ഉള്ള ഫുൾ ഇംഗ്ലീഷാ പറഞ്ഞത്. ഞാൻ ഇംഗ്ലീഷാ പറഞ്ഞതേ, എനിക്കത് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ ഇപ്പൊ ഞാൻ മാനേജ് ചെയ്തു. ഇവിടെ എന്താ സംഭവം, കുളിക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാട്ടോ. കുളി അലക്കല് ഒക്കെ നടക്കും ഇവിടെ. ഒരുപാട് ആളുകൾ അലക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. സ്ത്രീകളാണല്ലേ, എല്ലാവരും കാണിക്കണം. നമ്മൾ ഇവിടെ നിൽക്കാൻ തരും, ഇവിടെ നടക്കണം. ഇതൊരു ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ നിപ്പാട്ടി വാങ്ങി എന്നൊക്കെ പറയുന്നത് ഇവരെ ട്യൂൺ അങ്ങനെയാണ്. ഒരു ചൂടാവണതും സ്നേഹത്തോടെ പറയുന്നതൊക്കെ ഏകദേശം ഒരേ ട്യൂൺ തന്നെയാണ് വരുന്നത്. വരണ്ടേന്നില്ല. അവിടെ ഒന്ന് ടിക്കറ്റ് ഉണ്ട് 60 രൂപ. ഫോറസ്റ്റുകാരതാണ്, ഞാൻ ഫോറസ്റ്റിൽ തോന്നില്ലേ, കാട്ടിലാണ്. അപ്പൊ എന്താ വെച്ചാൽ എന്താ കുരങ്ങ് മക്കൾ എടുക്കാം, അതാണ് പ്രശ്നം. ഏതായാലും ടിക്കറ്റ് ഒക്കെ എടുത്തിക്കണം, പോയി നോക്കാം. ചെലവൊക്കെ നമുക്ക് ഏതായാലും നോക്കിയിട്ട് കാര്യമില്ല, ഇവിടെ ഒന്നുമില്ല, ഇപ്പൊ ഒന്നും വലിയ ദൂരമൊന്നുമല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ കാടിനകത്തേക്ക് കയറിക്കൊണ്ട് പോവാണ്. ഇനി കാട്ടിലെ കാഴ്ചകൾ, കാട്ടിലെ വെള്ളച്ചാട്ടം, ക്യാമ്പ്, എലിഫന്റ് ക്യാമ്പ്. അവിടെ എലിഫന്റ് ഒന്നും ഇല്ലല്ലോ, വെറുതെ പേരിനൊരു ക്യാമ്പ് വെച്ചില്ല. എലിഫന്റ് ഒന്നും ഇല്ല, വെറുതെ പേരിനൊരു എലിഫന്റ് ക്യാമ്പ് പറഞ്ഞു കൊടുത്തു. ഞാൻ അകത്ത് കാടിനകത്ത് വല്ലതും ഉണ്ടറിയില്ല, ഭയങ്കര ആംബിയൻസിലെ. ഓ ഇവിടെ നിർത്തി പോണല്ലോ, നമ്മൾ ഇവിടെ നിർത്തിയിട്ട് 2 വീലർ 3 വീലർ 4 വീലർ. ഇവിടെ ഇവർ പറയണതേ നമുക്കിത് കാണാൻ പറ്റിക്ക് തോന്നുന്നില്ല. 60 റുപ്യ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക, കുരങ്ങന്മാർ കുറേ ഉണ്ട്, അതുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് പോയാൽ ഒരു കയറും എന്നാണ് പറയുന്നത്. ഉള്ളിക്ക് ഒരു കയറും ചെയ്യും, നമുക്ക് അനുഭവം ഉള്ളതാണല്ലോ. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്തത്. അതാണ് ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടേനു പോലെ 60 റുപ്യ പോയത് നോക്കണ്ട, ബാക്കി സാധനങ്ങൾ പോയാൽ പണിയാവും നമുക്ക്. ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൂട്ടണം. ചങ്ങായിമാരെ, ഞാൻ റിട്ടേൺ പോവാ. നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ വേണ്ടി പറ്റില്ല, ഇത് അവഗണിച്ച് നമുക്ക് പോവാം. അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അവഗണിക്കാത്തത്. എനിക്കറിയാതെ ഒരു പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ല. അവിടേക്ക് നല്ല ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ, നല്ല സ്പോട്ടിനെ തോന്നുന്നു കണ്ടിട്ട്. അതിനിപ്പോ ടിക്കറ്റ് റിട്ടേൺ ചെയ്യുമെന്നാവും, ചോദിച്ചു നോക്കട്ടെ. ഒരു പരിപാടി നടക്കില്ല, അവരിത് റിട്ടേൺ തരില്ല എന്ന് പറയണം. പിന്നെ അത് മാത്രല്ല, നമ്മുടെ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയിട്ട് പോരാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ പറയുന്നത്. ആ നടക്കണ കേസല്ല. പിന്നെ അത് മാത്രല്ല, എനിക്ക് തെറിയില്ലല്ലോ കുഴങ്ങിരിക്കണേ. സിംഗിള് വരുന്ന ഞാൻ പറഞ്ഞവരോട് എനിക്ക് ടിക്കറ്റ് റിട്ടേൺ ചെയ്തുകൂടെ, ഈ ഫണ്ട് റീഫണ്ട് ചെയ്തുകൂടെ എന്നുള്ളത്. അപ്പൊ അവര് പറയാണ് ഒരു ടിക്കറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ എന്റെ കയ്യിൽ 10 ടിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ പറയും നിങ്ങൾ 10 ടിക്കറ്റ്, ഒരു ടിക്കറ്റ് ആണെങ്കിൽ ഓക്കെ എന്ന് പറയും. എന്താ കാട്ടും, 60 റുപ്യ പോയി. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയും നിർത്തി പോകണം. അവര് പറയണ പിന്നെ അതാണ്, ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് പോയിക്കോ, ഇവിടേക്ക് ഒന്നും പറയില്ല, ഇവിടെ എവിടെയൊക്കെ നിർത്തിപ്പോയി ഇത് തോന്നുന്നു.
ഇവിടെ നിർത്തൽ നടക്കില്ല. നിർത്തിയൊക്കെ പോകാം. വേണ്ട, നമുക്ക് പിന്നെ ഒരു വരവ് വരാം ഗാംഭീര്യമായിട്ട് അല്ലേ. ഇപ്പൊ പോയത് 60 പോയിട്ടുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കുരങ്ങുണ്ടോ നോക്കി. കുരങ്ങുണ്ടേ വിഷയമില്ല. കാരണം ഞാൻ പിന്നെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുരങ്ങുണ്ട്. ആ കുരങ്ങുണ്ടായത് കൊണ്ടൊരു വിഷയമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ കുരങ്ങ് ഇവർ പറയുന്നത് കേൾക്കണം. കുരങ്ങ് വണ്ടിക്കുള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുക്കും എന്ന് അവരെന്തായാലും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോവുകയാണ്. പിന്നെ അത് മാത്രല്ല, അവിടുത്തെ പോകണമെങ്കിൽ ക്യാമറക്ക് പൈസ, വണ്ടിയുടെ പാർക്കിങ് ഇതൊക്കെ കൊടുക്കണം. എന്നാലേ നമുക്ക് നാടുപ്പുള്ള കയറി പോകാൻ വേണ്ടി പറ്റുള്ളൂ. അയ്യാ എവളാ ആള് മാറിയിട്ടില്ല, ഞാൻ തന്നെയാണ്. എന്റെ സാധനം കൊള്ളാവോ? രസല്ലേ അല്ലേ? എന്താ വെച്ചാലേ ഇവിടെ നല്ല മാട്ട വെയിലുണ്ടാവും. അപ്പൊ നമുക്ക് ഇല്ലാതെ നടക്കൂല. ഇപ്പത്തെ നല്ല വെയിലാ. ഇത് വെച്ചാൽ ഒരു പാകമുണ്ട് പണ്ടൊക്കെ വരുന്ന ലൈറ്റിന്. അപ്പൊ അത് 100 റുപ്യ ഉള്ളൂ. എന്നാലും 100 അല്ല, 120 രൂപയാണ്. 150 മുപ്പരിച്ച് 120 അങ്ങനെയാണ്. ഇന്ന് നമുക്ക് ചിക്കൻ ആക്കിയാലോ? ഇവിടെ ചിക്കൻ കട ഉണ്ട്. ചിക്കൻ കട അല്ലേ? ആ, ഇതാണ് ചിക്കൻ കട. ഇതൊരു നാടൻ കോഴി. ഇനി നമ്മൾക്ക് കിട്ടേണ്ടത് ഒരു സ്ഥലമാണ്, നല്ല ഒഴിഞ്ഞൊരു സ്ഥലം. ഒഴിഞ്ഞൊരു സ്ഥലം പറഞ്ഞാല് നമുക്ക് ചിക്കനാണല്ലോ ഇപ്പോൾ വാങ്ങിയിട്ട്. അപ്പൊ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം വേണം. നമുക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. അതുകൊണ്ട് ചിക്കൻ ഇവിടെ വില 240 കിലോന്. ഞാൻ 100 രൂപയ്ക്ക് വാങ്ങി. അത് കൂടുതലാണ് എനിക്ക്. ഞാൻ ചിക്കനൊന്നും അങ്ങനെ കഴിക്കാറില്ല അല്ലാതെ. പക്ഷെ എന്നാൽ പോലും കിടക്കട്ടെ എന്ന് കരുതി. പറ്റുവാണെങ്കിൽ കേട് വന്നിട്ടില്ലെങ്കിൽ രാവിലെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ്. അല്ലാതെ നല്ല. അപ്പൊ എന്തായാലും ആ സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലെ റോഡ് പോകുന്നുണ്ട്, വണ്ടി പോകണുണ്ടോ? അതിലങ്ങോട്ട് പോകുമായിരുന്നു കോയമ്പത്തൂരിലേക്ക്. നമ്മൾ വന്നത് കോവൈ കുട്രാളം വാട്ടർഫാൾസ് എന്നാണ്. കയറാൻ പറ്റാത്ത പണിയില്ലേ. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിയിരിക്കണം. നമ്മളിവിടെ ഇങ്ങനെ ഒരു ഏരിയ, ഒരു തെങ്ങും തോപ്പ് അതിൻ്റെ വായ ഒക്കെപ്പാടുള്ള ഒരു ഇടക്കൃഷിയായിട്ട് വായം ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഞാനെല്ലാം വന്നാൽ അവിടെ CCTV ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ പരിപാടിയൊക്കെ ഒരിക്കലും അറിയാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചിക്കന് ഞാൻ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ചിക്കൻ എടുത്തിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി അതുകൂടി വെച്ചാൽ നമ്മളുടെ പരിപാടി തീർന്നു. അവിടെ ഭക്ഷണം കഴിച്ച് പോവാം. ഏതായാലും CCTV ഇന്നെ തന്നെയാണ് നോക്കുന്നത്, എൻ്റെ അടുത്തേക്ക് തന്നെയാണ് തിരിയുന്നത്. ഞാനിത് കണ്ടിട്ടില്ല വന്നപ്പോഴൊന്നും കേട്ടോ. അതുകൊണ്ടല്ല പറയാം, എന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനത് കുക്ക് ചെയ്തിട്ട് പോവാണ്. CCTV നമ്മളൊന്നും തെറ്റായിട്ടും ചെയ്യണില്ലല്ലോ അല്ലേ? കണ്ടോ നിങ്ങൾ? ഏതായാലും ഞാൻ അടുപ്പ് കത്തിച്ച് ചോറ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് 1.5 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് കഴുകി അവിടെയും വൃത്തിയാക്കിയാൽ ഉഷാറായി. ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മുറി തക്കാളി എടുക്കണം, അത് കേട് വന്ന് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു മുറി തക്കാളി മതി. പിന്നെ കുറച്ച് ചീരുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കഷ്ണം ഇതിന്ന് കുറച്ച് എടുക്കുള്ളൂ ഉള്ളി. അപ്പോൾ ഇത്തരം മസാലകൾ കുത്തിച്ചാക്കട്ടെ കേട്ടോ. മസാലകൾ ഉണ്ടാക്കിയിട്ട് ചോറൊന്നും ആയില്ല, ചോറാകട്ടെ. എന്നാൽ നമുക്ക് ചേരുവകൾ ചേർത്താലോ. ഇതൊക്കെയാണ് നമ്മൾ കുത്തി ചാച്ച മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് ചിക്കൻ മസാല, മഞ്ഞൾ, മല്ലി, ഇത് വളരെ കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, വെളിച്ചെണ്ണ, തക്കാളി. കുക്കർ ഫുള്ളായിട്ടോ. രണ്ടാമത്തെ നമ്മുടെ ചിക്കൻ കറി കേട്ടോ.
എന്താ അവസ്ഥ? ഉപ്പും വലിയ മുളകൊക്കെ ഉണ്ട്, ഒക്കെ നോക്കിയതാണ്. അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ലൊരു പാകത്തെ ഗ്രേവിയൊക്കെ ഇട്ട് ഉഷാറാണ്. എന്നാൽ വന്നെ ചോറിനാ 12 1 മണിക്ക് 10 മിനിറ്റ്, 1 മണിക്ക് 10 മിനിറ്റായി. വെള്ളം കുറച്ചും കൂടി വറ്റാണ്ട്, പിന്നെ കുറച്ച് വേവ് ഏറി ചോറ്. നല്ലൊരു അടിപൊളി സ്ഥലത്താണ് കുക്കിങ്ങൊക്കെ നടന്നത്. എല്ലാത്തിനും സൗകര്യമുണ്ട്. അതിനെ കഴിച്ചു നോക്കല്ലേ, ടേസ്റ്റൊക്കെ ഉണ്ടാവോ? വെളിച്ചെണ്ണ കുറച്ച് കയറി. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല പറഞ്ഞാൽ എന്തായാലും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ എൻ്റെ വൈഫും കുക്ക് ചെയ്ത് തരുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് അവർ കുക്ക് ചെയ്താൽ. അപ്പോൾ ഇതിൻ്റെ ഒരു കുക്കിങ്, ഇതിപ്പോൾ എന്തൊക്കെയായാലും ഞാൻ തിന്നും, എന്തൊക്കെ ഏറിയാലും തിന്നും. ഞാനത് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓട്ടോ ലൈഫായിട്ട് ഇറങ്ങിയതാണ്, ഒരു ഓൾ തമിഴ്നാട് ട്രിപ്പാണ്. ഒരു ഓൾ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ അതിൽ ബാക്കി ഒരു കുറച്ച് കേരളവും കൂടി വരുന്നുണ്ട് അതിൽ. അത് വരുമോ അറിയില്ല, അതാണ് അതിനെക്കുറിച്ചൊന്നും പറയാത്ത. ഞാൻ ഓൾ തമിഴ്നാട് തന്നെ ആവുമോ എന്നറിയില്ല. ഏതായാലും അവിടെ വരെ പോകണ വരെ അതുവരെ കൂടി എല്ലാവരും ഞാൻ ഇറങ്ങുവാണ്. നമുക്കിവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ വന്ന വഴി അവിടെ നമ്മൾ വന്നു, നമ്മൾ നേരെ അങ്ങോട്ട് പോകും. അങ്ങനെയെങ്കിൽ ഞാൻ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കോയമ്പത്തൂരിലൂടെ സഞ്ചരിക്കുന്നു. ഇനി ഇവിടുന്ന് നമ്മള് പ്രത്യേകിച്ച് എവിടെ കയറുന്നില്ല. ഉക്കട മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉക്കട മാർക്കറ്റൊക്കെ ഞാൻ തന്നെ പ്രാവശ്യം വീഡിയോ ചെയ്തതാണ്. അല്ലാത്ത ഇഷ്ടംപോലെ വീഡിയോകൾ ഒരുപാട് പേരായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്നത് ഞാൻ അവിടെ ഇറങ്ങി വരുന്ന സമയങ്ങളാണ്. എനിക്കൊന്നും വാങ്ങിക്കാനുമില്ല, ഒന്നിന്റെ വില അറിയാമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നൈസായിട്ട് പോവാണ്. ഇന്ന് തീരെ ഓടിയിട്ടില്ല, നമ്മൾ എവിടേക്ക് എത്തിയില്ല. നമ്മൾ ഇന്നലെ വന്നതാണ് കോയമ്പത്തൂർക്ക്, ഇന്നും നമ്മൾ കോയമ്പത്തൂർ തന്നെയാണ്. കോയമ്പത്തൂരിൽ നിന്ന് നിൽക്കണേനല്ല, നമുക്ക് മുന്നിൽ സ്ഥലങ്ങൾ കൂടുതൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ നമ്മൾ മുന്നിക്ക് സഞ്ചരിക്കാൻ നല്ലത് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇതൊക്കെ എന്താ സംഭവം? ഈവനിങ് ടൈമൊക്കെ വന്ന് പിള്ളേരൊക്കെ ആയിട്ട് ആ ലേക്കിലേക്ക് നോക്കിയിട്ട് അങ്ങനെ കുത്തിരുന്നാൽ നല്ല രസമായിരിക്കും. അതായത് പെരിയ കുളം അല്ലേ? പെരിയ കുളം കുളത്തുമെന്ന് ഒട്ടുക്കണല്ലേ. പെരിയ കുളം, തിരുച്ചി റോഡ്, പൊള്ളാച്ചി 40, മേട്ടുപ്പാളയം അങ്ങോട്ട് 38. അത് ഞാൻ ഇന്നലെ വന്നതാ. ഞാൻ അതിലങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് പോകണം. നേരത്തെ ഹൈവേക്ക് ഇല്ല, നമ്മൾ തിരിഞ്ഞ് മറിഞ്ഞങ്ങനെ പോയി നോക്കാം. ആകപ്പാടെ വണ്ടികളില് അതന്നെ ഈ നേരമായതുകൊണ്ട് വലിയ ബ്ലോക്ക് ഒന്നും കാണാനല്ലോ. അത് ഇതിനേക്കാൾ ബ്ലോക്ക് ഉണ്ടാവും, ആകെ പെടും നമ്മൾ. എന്തായാലും ഇതിലാണ് പോകേണ്ടത്. ഒരു തിരക്ക്. പൊള്ളാച്ചി, പാലക്കാട്, പളനി ആ റൂട്ടിൽ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും കേട്ടോ. ഇത് ഉപ്പറ മാർക്കറ്റിന്റെ ഒക്കെ അടുത്ത് തന്നെയാണല്ലോ. ഓന്റെ മക്കളെ കയറി നമുക്ക് പോളിയോ നൈസായിട്ട് പോളി പറഞ്ഞില്ലേ ചേട്ടാ. ഞാൻ ഇതിവിടെ കറങ്ങാവോ? ഇതാണ് ഈ അമ്മായിന്റെ പ്രശ്നം. അമ്മായിന്റെ പ്രശ്നമല്ല, അമ്മായിനെ നമ്മൾ ശ്രദ്ധിച്ചില്ല ശരിക്കും. ഓ മൈ ഗോഡ്, ഞാനിനി ഏത് കാണ്ടേക്കാണാ എത്തുക? ഞാൻ ഈ പാലത്തുമ്മക്ക് തന്നെയാണല്ലേ, ഞാൻ ഈ ഹൈവേക്ക് തന്നെയാണല്ലോ മേലെ കൂടെ. കൊള്ളാം. അമ്മ വെയിലാണ്. ഗ്ലാസ് ഇട്ട് പൊന്തിച്ചപ്പോഴല്ല മനസ്സിലായത് ഭയങ്കര വെയിലാണ്. ഞാനടിച്ച് ഇതാന്തോ വെയിലേ ഇപ്പൊ പോണം. ഇതിലൊക്കെ ഓട്ടോറിക്ഷ പോകാൻ പറ്റാവോ? ആ റോഡിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട് പോവാം. നമ്മള് പൊള്ളാച്ചി റോഡിന് കയറിയേക്കണം. അമ്മ സെറ്റപ്പ്. അതൊക്കെ ഇതിനെ മേലിനുള്ള തിരിഞ്ഞ് മറിഞ്ഞ് പോകും. ഞാൻ ഇതിന്റെ മേലൊക്കെ ആദ്യമായിട്ട് കയറുക കേട്ടോ. അതിലങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലെ പോയാൽ പൊള്ളാച്ചി നേരെ. നമ്മൾ ഇതിലെ നേരെ പൊള്ളാച്ചി അല്ലല്ലോ. ചെങ്ങൈമാരെ നമ്മൾക്ക് ആ മേലെ കൂടെ പോകുന്ന ഹൈവേ ഉണ്ടല്ലോ, ആ ഹൈവേയിൽ കയറാം.
നമ്മളെ ആ ഹൈവേയിലൊന്ന് കയറണം. അതിന് പക്ഷെ ഇവിടെ ഒന്നും അതിന് കയറാൻ വേണ്ടി പറ്റൂല. ഇവിടെ നിന്ന് ഇനി ഒരു 1/2 കിലോമീറ്റർ, അത് ഒന്നര കിലോമീറ്റർ പോകണം. ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞ് തിരിഞ്ഞ് പിന്നെ ഒരു 100-200 മീറ്റർ ഒക്കെ പോയിട്ട് വേണം അതിന് കയറാൻ. 66 കിലോമീറ്റർ ആണ് നമ്മൾക്ക് ഈ ഒരു ഹൈവേയിലൂടെ പോകാനുള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഹൈവേയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. തൽക്കാലം വേറെ എവിടേക്ക് ഇറങ്ങുന്നില്ല. കുറച്ച് 60 കിലോമീറ്റർ ഞാൻ ഈ ഹൈവേ തന്നെ പിടിക്കുകയാണ് കേട്ടോ. പിന്നെ തീരെ ഓടിയില്ല, അതുകൊണ്ടാണ്. ഗൂഗിള് പറയുന്നു NH 544, പക്ഷേ എങ്കിൽ റോഡിൽ വെച്ച ബോർഡ് പറയുന്നു NH 47. ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും NH-ന്റെ ബാക്കി ഇതുവഴി വരുന്നുണ്ട്. അതിനുള്ള പുറപ്പാടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്ഥലമൊക്കെ ഏറ്റെടുത്ത് ഒന്ന് കഴിഞ്ഞിരിക്കണമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ആരും പറഞ്ഞതല്ല, അവിടുത്തെ കോലം കണ്ടിട്ട് പറയുകയാണ് ഞാൻ ഈ വെള്ളവരുണ്ടല്ലോ, ഈ വെള്ളവരന്റെ ഇപ്പുറത്താണ് നമ്മുടെ സെൻട്രൽ വീല്. അതായത് നമ്മുടെ മുന്നത്തെ വീല് വെള്ളവരന്റെ ലെഫ്റ്റ് സൈഡാണുള്ളത്. ഞാൻ അപ്പുറത്തേക്ക് പോകണമെന്നല്ല, അപ്പുറത്തേക്ക് പെരും സ്പീഡ് വണ്ടിയാണ്. എങ്ങനെമാരെ കോയമ്പത്തൂരിന് കുറച്ച് പോന്നു. ഇത് അവിടുന്ന് വരുന്നവർക്കുള്ള ടോളാട്ടോ. നമ്മുടെ ടോള് കഴിഞ്ഞു. ഇറുകൂർ പക്കത്തിലുണ്ട് നമ്മൾ, ഇറുകൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഞാനേ 1.5 മണിക്കൂറായി നമ്മൾ ഈ സാധനം തുറന്നു നോക്കിയിട്ടുകൂടില്ല. ഇഞ്ചനൊക്കെ ഉണ്ടായിക്കണോ? ദിസ് ഈസ് മേരഗാഡി ഇഞ്ചൻ. അവിടെ പ്രോബ്ലം അടക്കട്ടെ. കുറച്ച് നേരം ഇങ്ങനെ വണ്ടികളുടെ കാറ്റ് തട്ടിയിട്ട് എനിക്കും തന്നെ റെസ്റ്റ് ആവും. ഇതിൽ മെയിനായിട്ട് അതാ റെസ്റ്റ് വേണതിൽ. ഈ വണ്ടി ആകുമ്പോഴേ ഓരോ വണ്ടികൾ പോകണാകുമ്പോഴേ ഞാൻ ഒമിനായിട്ട് പോയതുകൊണ്ടേ ഇത് സ്പീഡ് തികയുന്നില്ല. നോക്കണ്ട. NH 544 6 വരി പാത, 3 അവിടെ 3 അവിടെ, പോരാത്ത സർവീസ് റോഡ്. എന്താല്ലേ ഇതൊക്കെ നമ്മളുടെ ഇന്ത്യയാണ്, നമ്മുടെ തമിഴ്നാടാണത് മക്കളെ. ഹൈവേ ഞാൻ ഇറങ്ങിയിട്ടോ, ഞാൻ സർവീസ് റോഡ് കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഏതെങ്കിലും ഒരു പോക്കറ്റ് റോഡ് കൂടെ ഒക്കെ പോയോക്കട്ടെ. ഞാനൊരു റോഡ് കയറിയിട്ടുണ്ട്. ഈ റോഡൊന്ന് മാറി കയറിട്ട് വരും. ഞാൻ കുറച്ച് തോന ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി പോകുന്നു. ഈ സ്ഥലത്തിന്റെ പേരാണ് ചെല്ലപ്പം പാളയം. ചെല്ലപ്പം പാളയത്തിൽ കൂടെയാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വിജനമായ വഴി അറിയത്. ഇതിലൊന്നും ഒരു ഒറ്റ വണ്ടി പോലും വരുന്നില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. ഒരു വണ്ടി പോലും ഇതില് നമ്മ ഓപ്പോസിറ്റോ നമ്മ ഓവർടേക്ക് ചെയ്തോ പോകുന്നില്ല. ബൈക്കെങ്കിലും ഒരു സൈക്കിള് പോലും ഇല്ല. അങ്ങനത്തെ ഒരു ഏരിയ വല്ലാത്ത ആണെങ്കിൽ കുറെ അപ്പുറം ഇപ്പുറമൊക്കെ ഉണങ്ങി കടിച്ചു നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ്. കുറ്റിക്കാടുകള് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ പ്ലോട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കുറെ സ്ഥലങ്ങൾ. കുറച്ച് ദൂരം കൂടി കഴിഞ്ഞ് വന്നിട്ടാട്ടോ 2 ചേച്ചിമാരെ ഞാൻ റോട്ടിൽ കാണാം. അതുപോലെ തന്നെ ഒരു ടീച്ച മോട്ടർ വരുന്നുണ്ട്, TVS-ന്റെ പല പറക്കുന്നില്ല. ചിലരോട് ചോദിച്ചോക്കെ ഏത് ഭാഗത്ത് പോയാലും ഹൈവേ. ചേച്ചി ഇതിൽ ഏത് ഭാഗത്ത് എന്ത് സൈഡിൽ പോണ ഹൈവേ വരും? ഹൈവേ എന്ത് സൈഡാ? മലയാളത്തിൽ ചോദിച്ചിട്ട് കാര്യമല്ലോ, ഞാൻ പിന്നെ ഓർത്തത്. ഹൈവേക്ക് ഈ സൈഡാണ് പോലെ. നമ്മളെ ഹൈവേക്ക് പോകാം. ഇതിനെ കറങ്ങിയിട്ട് കാര്യമില്ല. അത് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനായില്ല ഇങ്ങനെ പോവുക. എന്തത് മുന്നിലാക്ക നല്ലൊരു മൈല്. ഹൈവേക്ക് ഈശ്വരാ. മേട്ടുപാളയം 38, പെരുമ്പുറ 56, സേലം 134, നാമക്കൽ 122. അതൊക്കെ തന്നെ സേലം നാമക്കല്ലൊക്കെ അടുത്തടുത്ത് തന്നെ അല്ലേ ചെങ്ങന്മാരെ. കിടക്കണല്ലോ. സമയം എത്രയായി അറിയാം നിങ്ങൾക്ക്? 5:30 കിടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ യൂട്ടേൺ എടുത്തതാണ്. അതായത് ഈ ഹൈവേയിൽ ഞാൻ യൂട്ടേൺ എടുത്തത്. യൂട്ടേൺ ആയിട്ട് ഇത്രയും തന്നെ പണിയാണ്. ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് തിരിയുന്ന പണി തന്നെയാണ്. രാത്രി ആവും. ഒറ്റക്ക് നൈറ്റ് ഡ്രൈവ് അത്ര സേഫ് അല്ല. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ ഹൈവേക്കെ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഭാരത് പെട്രോളിയം പമ്പ് ഉണ്ട്. ഞാൻ അവിടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, അതെന്താ പറയാ അറിയില്ല. ഭാരത് പെട്രോളിയം അപ്പൊ ഒന്ന് റിജക്റ്റ് ആയി. ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. ഞാനേ ഈ സർവീസ് റോഡിന്റെ ഈ സൈഡ് തന്നെ കേട്ടോ പോകുന്നത്. പെരുമള്ളൂർ ചെങ്കപ്പട്ടി ഇതിൻ്റെ 2ന്റെ നടുക്കായിട്ട്
ഇങ്ങനെ ഒരു ഭാരത് പെട്രോള് ഇത് ഗറാണ്. ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും. പലപ്പോഴും ഈ ഗർ എന്ന് പറയുമ്പോൾ ആ ഒരു വീട് തന്നെ സംഭവം. അതുപോലെ ഈ ഭാരത് പെട്രോളത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അവർക്ക് ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് പിന്നെ CNG ഉണ്ടാവും. ഇപ്പോൾ CNG തുടങ്ങിയതുകൊണ്ട് CNG ഉണ്ട്. അല്ലെങ്കിൽ അതൊക്കെ പാർക്കിംഗ് ആയിരിക്കും ഇവർക്ക്. ഇഷ്ടം പോലെ ഏരിയയിൽ പാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ വണ്ടീനെ നമ്മളിവിടെ നിർത്തി നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ അവർ ഓക്കെ എന്ന് പറഞ്ഞു. നമ്മൾക്കൊന്ന് തിരിച്ചിടണം വണ്ടീനെ, ബാക്ക് അങ്ങോട്ടാക്കിയിടണം. കാരണം അങ്ങോട്ട് കുറച്ച് കയറ്റായിട്ട് തോന്നിക്കും. അതിപ്പോൾ തന്നെ ചെയ്യും ഞാൻ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കിടത്തം ഇവിടെയാണ്. ഇപ്പോൾ സമയം 5:45. ഇനി ഓടിക്കഴിഞ്ഞാലേ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഞാൻ നോക്കുമ്പോൾ പെട്രോൾ പമ്പൊന്നും കാണാമല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോട്ടെ. നമ്മൾ വെറുതെ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊന്നല്ല. ആര്യയും ചിന്നും ഒക്കെ വീഡിയോ കോൾ ചെയ്ത് വെക്കണം. ഞാൻ അവിടെ ചോറിനാണ് ഒക്കെപ്പാട് ഒരുമിച്ച് നടക്കണം. അമ്മയുണ്ട് അതിൻ്റെ അപ്പുറത്ത്. എവിടെ അമ്മ? അമ്മാകണം. ഞാനിവിടെ നിന്ന് ചോറിന്. അവിടെ നല്ല പടിഞ്ഞാറൻ കാറ്റ് വരുന്നുണ്ട് ആ ഭാഗത്തു നിന്ന്. ഈ ലോറിൻ്റെ മറവുണ്ടായതുകൊണ്ട് നമുക്ക് നല്ല സുരക്ഷിതത്വമാണ്. ചെങ്ങൈമരപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ബെഡൊക്കെ ഇട്ടിക്കണ്. ഈ വീഡിയോ ഒന്ന് വിരിക്കണം, അത് റെൻഡർ ചെയ്തിട്ടിക്കണ്. അപ്പോൾ അതൊന്ന് കയറിയിട്ട് വിരിക്കാമെന്ന് കരുതി. എന്നാൽ പിന്നെ സ്വസ്ഥമായിട്ട് കിടക്കാമല്ലോ. അത് കയറാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ നിൽക്കില്ല, ഞാൻ കയറി കിടക്കും കുറച്ച് നേരം. നഞ്ഞ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്താ പറയുക, ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എത്ര നേരത്തെ പോകാൻ പറ്റും അത്ര നേരത്തെ ഇറങ്ങി തൊട്ടടുത്തുള്ള വില്ലേജുകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഞാനീ പറഞ്ഞ മാതിരി സേലമാണ് പിടിക്കുന്നത്. എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.